Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഉള്ളിത്തീയൽ എന്ന് പറയുമ്പോൾ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഈ തീയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഉള്ളിത്തീയൽ തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നടുവേ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കിലോ കൊച്ചുള്ളിയും അതിൻ്റെ നേരെ പകുതി അളവിൽ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കപ്പളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് കൊച്ചുള്ളിക്ക് 3/4 തൊട്ട് 1 കപ്പ് വരെ വെളുത്തുള്ളി വേണം. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളിയുടെ അളവിൽ മാറ്റം വരുത്താം. 1.5 കപ്പ് തേങ്ങ വേണം. തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും വേണം. പിന്നെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി വേണം. ഞാനിവിടെ പുളി പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് 4 കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും വേണം. അപ്പോൾ ഇനി ഉള്ളിത്തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. മൺചട്ടിയോ കൽച്ചട്ടിയോ ഒക്കെയാണ് തീയൽ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ നിങ്ങൾക്ക് തീയൽ തയ്യാറാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തീയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ അപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ആദ്യം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം കൊച്ചുള്ളി ചേർക്കാനായിട്ട്. ഇനി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വാട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഞെങ്ങുന്നൊരു പരുവായാൽ മതി. കളറൊന്നും മാറേണ്ട കാര്യമില്ല. ഇതിലോട്ടിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ താല്പര്യം അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഇതിലോട്ടിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊച്ചുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ കൊച്ചുള്ളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി കൊച്ചുള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറക്കുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങ നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് തേങ്ങ വറക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തേങ്ങ ഇവിടെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമുക്ക് പൊടികൾ ചേർക്കാം. പാനിന് അത്യാവശ്യം ചൂട് കാണും. അപ്പോൾ ചേർക്കുന്ന പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഫ്ലെയിം സിമ്മിലിടുക, അല്ലെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ടിനി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. പൊടികളാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരമായിട്ട് മുഴുമല്ലിയും വറ്റൽമുളകും പിരിയൻ മുളകും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അങ്ങനെ മുഴുമല്ലിയും വറ്റൽമുളകും പിരിയൻ മുളകും ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ മല്ലിയും മുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും മുഴുമല്ലിയോ അല്ലെങ്കിൽ പിരിയൻ മുളകൊക്കെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയായിട്ട് ചേർക്കുന്നത്. ഇനി പൊടികളുടെയൊക്കെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കറിയിലോട്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം.
തീയലിൻ്റെ അരപ്പ് നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം വറുത്ത തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ദാ ഇതുപോലെ തേങ്ങ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇതിലോട്ടിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് വേണം തീയലിനെ അരച്ചെടുക്കാനായിട്ട്. അരപ്പനുസരിച്ചിട്ട് തീയലിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും മാറും. അതുകൊണ്ട് അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ തേങ്ങ അരയാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം തീയലിനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ഈ മിക്സിയുടെ ജാറൊന്ന് റിൻസ് ചെയ്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഈ സമയത്ത് അരപ്പിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് ആ പുളിവെള്ളം ചേർക്കാം. തേങ്ങ ഓൾറെഡി വറുത്തരച്ചതാണ് എങ്കിൽ പോലും അരപ്പിൻ്റെയും പുളിയുടെയൊക്കെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇനി അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി ചെറിയൊരു തിള വരട്ടെ. അപ്പോൾ ദാ ഇവിടെ പുളിവെള്ളത്തിൻ്റെ പച്ചപ്പൊക്കെ മാറി അരപ്പും പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. പക്ഷേ ഞാനിവിടെ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി വെള്ളം ചേർത്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ തീയലൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ആണെങ്കിലും നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ചട്ടിയുടെ ചൂടിലിരുന്ന് ഗ്രേവി വീണ്ടും കുറുകി വരും. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കാം. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ. നാടൻ രുചിയിൽ ഉള്ളിത്തീയൽ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റെക്കൂക്ഡ്.